ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടോണി ഫ്രാൻസിസ്, ഇതെൻ്റെ ഭാര്യ ഡിംപിൾ ജോസഫ്. ഞങ്ങൾ മാൾട്ടയിലാണ് കുടുംബമായിട്ട് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെയും ഞങ്ങളിൽ വന്ന മാറ്റങ്ങളെയും ദൈവത്തിന് മഹത്വപ്പെടുത്തി സാക്ഷ്യം നൽകാനാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. 2023 ഡിസംബറിൽ ഞങ്ങൾ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനും എൻ്റെ ഒരു കസിനുമായിട്ടാണ് ഞാൻ വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക, അനുഗ്രഹം നേടുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. പിന്നെ എൻ്റെ കസിന് 2.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഞാൻ അവളെയും കൂട്ടി നീയോടെ വാ, ഉടമ്പടി എടുക്കാം, നിയോഗം വെക്കാം. ഒപ്പം ഞാൻ എൻ്റെ കസിൻ്റെ ഈ സങ്കടവും നിയോഗമായിട്ട് വെച്ചു. അതിനു മുമ്പേ ഡിസംബറിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു, എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ നിയോഗം തന്നെ വെച്ചു. പൂർണ്ണമായൊരു സുഖപ്രസവത്തിലൂടെ എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ അതായിരുന്നു. രണ്ടാമത് എൻ്റെ കസിനൊരു കുഞ്ഞ് വേണം. മൂന്നാമത് എൻ്റെ അനിയനൊരു ജോലി വേണം. 4 ഞങ്ങളുടെ കുടുംബജീവിതം വിശദീകരിക്കപ്പെടണം. 5 എൻ്റെ ഒരു കസിന് അത്യാവശ്യം പ്രായമായിരുന്നു. ഇതെല്ലാം നിയോഗം പറഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണവും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാൾട്ടയിൽ ചെന്നു. മാൾട്ടയിൽ ചെന്നിട്ട് അവിടെ നമുക്ക് 5-ാം മാസം അനോമലി സ്കാനുണ്ട്, അതായത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽഡ് സ്കാനിങ്. ആ ഡീറ്റെയിൽഡ് സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് കൺജൈനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തകർന്നു പോയി. കാരണം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ആഗ്രഹിച്ചത്. പിന്നെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. നമ്മൾ വിചാരിച്ചു ഉടമ്പടി എടുത്തതല്ലേ, നമുക്കൊരു ശക്തി കിട്ടും, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടാകും എന്ന് കരുതി ഞാൻ നിന്നു. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ ഒരു നിബന്ധനകളോ ഒരു നിയമങ്ങളോ ഒന്നും തന്നെ ഞാൻ പാലിക്കുന്നില്ലായിരുന്നു. കാര്യം ഞാനൊരു പേരിന് വന്നെടുത്തു, അനുഗ്രഹം കിട്ടി പോകാമെന്ന് കരുതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ. പക്ഷേ ഈ ഡയഫ്രമാറ്റിക് ഹെർണിയ എൻ്റെ കുഞ്ഞിനുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾ തകർന്നു പോയി. കാരണം ഉടനെ തന്നെ ആ സ്കാൻ ചെയ്ത ഡോക്ടർ ഞങ്ങൾക്ക് പീഡിയാട്രിക് സർജന് റെഫർ ചെയ്ത് സർജൻ പറഞ്ഞ ആദ്യത്തെ വാക്ക്, കുഞ്ഞിനെ ലഭിക്കാൻ 20% ഉള്ളൂ. കാരണം എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് സൈഡ് ലങ്സ് ഇല്ല. കാരണം ആ ഡയഫ്രത്തിലെ ഹോളിലൂടെ കുഞ്ഞിൻ്റെ കുടലുകളും ലിവറും എല്ലാം കയറി മുകളിലിരിക്കുന്ന കാരണം കുഞ്ഞിന് ലെഫ്റ്റ് സൈഡിലെ ലങ്സ് വളരില്ല, അതിനെ വളരാൻ സമ്മതിക്കത്തില്ല. ഒപ്പം തന്നെ ആ അവയവങ്ങൾ മുകളിലിരിക്കുന്ന പ്രഷർ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലോട്ട് തള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, ഇവിടുന്ന് ഞങ്ങൾക്ക് UK പോകണം. കാര്യം ഒരു ബലൂൺ ഇൻസേർഷൻ എന്ന് പറയുന്നൊരു സർജറി ഉണ്ട്. അതായത് കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വായിലൂടെ ഒരു അരിമണി പോലൊരു ബലൂൺ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലോട്ട് ഇറക്കും. അത് ഈ ഹെർണിയ മാറ്റാനല്ല, ഈ വളർന്നിരിക്കുന്ന ലങ്സിനെ കൂടെ ഈ പ്രഷർ ചെന്ന് അതിൻ്റെ വളർച്ചയും കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അത് ഇത്ര വീക്കിനുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ അതും സക്സസ്ഫുൾ ആകത്തില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു, അതിന് UK എന്നൊരു ഡോക്ടർ ഞങ്ങൾ മാൾട്ടയിൽ വരും. എൻ്റെ വൈഫ് അവിടുത്തെ നേഴ്സാണ്. ആ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ആ ഡോക്ടറിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചിട്ടേ നമുക്ക് UK പോകണോ വേണ്ടയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളോട് പറഞ്ഞു അതിന് മുമ്പേ UK വിസ എല്ലാം എടുത്ത് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ എന്തൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന്, അതായത് നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ചെയ്യാൻ തുടങ്ങി. അതായത് 5:30 എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തൊട്ട് ഓരോ ദിവസവും നമുക്കൊരു വാശിയായിരുന്നു, ഇന്ന് എത്ര പേരെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പേർക്ക് നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റും. അന്ന് തൊട്ട് പിന്നെ ഞങ്ങളൊരു ദിവ്യബലി മുടങ്ങിയിട്ടില്ല. എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ രാവിലത്തെ കുർബാന കൂടും. ഇനി ഇൻ കേസ് ഞാനൊരു ഡ്രൈവറാണ്, അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എനിക്കൊരു ദിവ്യബലി മുടങ്ങിപ്പോയി ഞങ്ങൾ ഇരുന്ന് ഓൺലൈനിൽ കൂടെ ദിവ്യബലി കാണും. ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഒരു നേരം ഉപവസിക്കും. വൈഫിന് പക്ഷേ ഡ്യൂട്ടി കാണും, പക്ഷേ ഞാനാണ് ഉപവസിക്കുന്നത്. പിന്നെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ല പാവപ്പെട്ടൊരു സൈഡിൽ നിൽക്കുമ്പോൾ ഞാൻ അവരെ ഫ്രീ ആയിട്ട് വണ്ടിയെ കയറ്റി അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് 1 രൂപ പോലും മേടിക്കാതെ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ വരുന്ന സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഒരു സാക്ഷ്യവും കണ്ടിട്ടുമില്ല, ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടുമില്ല. പിന്നെ തൊട്ട് ഞാൻ ധ്യാനത്തിൻ്റെ ആ സ്റ്റേറ്റസ് ആണെങ്കിലും വരുന്ന സാക്ഷ്യങ്ങളാണെങ്കിലും ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ തൊട്ട് ആരുടെയും സങ്കടം കേൾക്കുമ്പം ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ സങ്കടമാക്കി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അതുപോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് UK നിന്ന് ആ ഡോക്ടർ വന്ന് ആ ഹോളിൻ്റെ മെഷർമെൻ്റ് എടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് UK പോകേണ്ട ആവശ്യമില്ല, കാര്യം അത് മൈന്യൂട്ട് ചെറിയൊരു ഹോളാണ്, അതുകൊണ്ട് നിങ്ങൾ UK പോകണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാര്യം ഇവിടുന്ന് UK പോകാം, അവിടുന്ന് പിന്നെ ഇത് ചെയ്യുക, ഇതിനെല്ലാം റിസ്ക് ഉണ്ട്. കാര്യം കുഞ്ഞ് വയറ്റ് വെച്ച് അബോട്ടായി പോകാം, വൈഫിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അങ്ങനെ വീണ്ടും ഓരോ മാസങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഓരോ സ്കാനിങ് വരുന്നു. ഈ സ്കാനിങ് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആപ്പാടെ നമുക്ക് മാതാവിൻ്റെ ഉപ്പും തേനും ഈ കാശുരൂപം മാത്രമേ ഉള്ളൂ. എപ്പോഴൊക്കെ ഞാൻ സ്കാൻ ചെയ്യാൻ മുറിയിലോട്ട് കയറിയാലും അവിടെ എൻ്റെ വൈഫ് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ ആ സ്കാനിങ്ങിൻ്റെ ബെഡിൽ ഉപ്പിടും. കൂടാതെ എൻ്റെ അമ്മ
ഈ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് അതിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും ഞങ്ങളെപ്പോൾ സ്കാനിങ്ങിന് പോയാലും. അങ്ങനെ ഓരോ സ്കാനിങ്ങിലും ഹോളിന് മാറ്റമൊന്നുമില്ല, ഹോൾ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഹോള് വലുതാകുന്നില്ല, അങ്ങനെ തന്നെ പോകുന്നു. വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, ഈ ഹോള് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കോസ് ഇല്ലാത്ത കാരണം ഒന്നും പഴിക്കാൻ പറ്റത്തില്ല. അല്ലെ നമുക്ക് എന്നെ ആയാലും അല്ലെ വൈഫിനെ അങ്ങനെ പഴിച്ച് നമുക്ക് പോകാൻ, പക്ഷേ ഇതിനകത്ത് കോസുമില്ല, ആരുടെയും കുഴപ്പം കൊണ്ട് വരുന്നതല്ല. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഓഗസ്റ്റ് 16-ാം തീയതി നമുക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം പ്ലാൻഡ് സിസേറിനാണ്. കാര്യം കുഞ്ഞിനെ വൺസ് വയറ്റിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ അവർക്ക് ഇൻറ്റുബേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഓഗസ്റ്റ് 16 നമുക്ക് ഡെലിവറി നടത്താം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം ഓഗസ്റ്റ് 15, മാതാവിൻ്റെ ഒരു ദിവസം തന്നെ അവൻ ഡെലിവേർഡ് ആകണമെന്ന്. കാര്യം എൻ്റെ വൈഫിനെ അറിയാം, അന്ന് അവിടെ പബ്ലിക് ഹോളിഡേ ആണ്, മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം കാരണം നമുക്കവിടെ പബ്ലിക് ഹോളിഡേ ആണ്. മെയിൻ സർജൻസോ ഡോക്ടേഴ്സോ ഒന്നും അവൈലബിൾ അല്ല, എല്ലാവരും ഒന്ന് ഓഫായിരിക്കും. എന്നാലും വൈഫ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു അവളുടെ ആഗ്രഹമില്ല, നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ 14-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആകുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നു, വൈഫ് അന്ന് സ്റ്റേ, കാര്യം ഡെലിവറിക്ക് ശേഷം ഹസ്ബൻഡ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 15-ാം തീയതി ഇതുപോലെ തന്നെ ഞാൻ രാവിലെ ചെല്ലുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും 9 മണിയായപ്പോൾ കുഞ്ഞ് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തു. കാരണം എനിക്ക് ടെൻഷനായി പോയി. കാര്യം നമ്മൾ പ്ലാൻഡ് സിസേറിനായപ്പം മെയിൻ എക്സ്പേർട്സ് ആയിരിക്കും ഈ സർജറി എല്ലാം ചെയ്യുന്നത്. അവർ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഫസ്റ്റ് സർജറി എന്ന് വെച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും ഡോക്ടേഴ്സ് ഒന്നുമില്ല, മെയിൻ സർജൻസ് ഇല്ല, ഡെലിവറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒന്നുമില്ല, ഓൺ കോൾ ഉള്ളവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അന്ന് ആകെപ്പാടുള്ളത് മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപമാണ്. വൈഫ് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ തന്നെ സർജറി ആവും, കാര്യം ഫ്ലൂയിഡ് ബ്രേക്കാണ്, കുഞ്ഞിന് ഈ കണ്ടീഷനുള്ള കാരണം അധികം വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ 16-ാം തീയതി വെളുപ്പിനെ 2:25 ഇവനെ ഡെലിവറി ചെയ്ത് പുറത്തെടുത്തു. ഡെലിവറി ചെയ്ത് പുറത്തെടുത്ത സമയത്ത് എൻ്റെ വൈഫിന് വീറ്റി അടിച്ചു, അറ്റാക്കിൻ്റെ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു, ഹാർട്ട് ബീറ്റ്, അനസ്തേഷ്യ കൊടുത്ത സമയത്ത്. അപ്പോൾ അവരെന്നോട് ഡെലിവറിക്ക് മുമ്പേ പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല, കാര്യം അവനെ ഉടനെ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്യണം. ഇതെല്ലാം നേഴ്സും ഡോക്ടറും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. കാര്യം വൈഫിനെ അറിയാം, കാര്യം വൈഫിനെ അതിനെക്കുറിച്ച് അറിവുണ്ട്. എനിക്കൊന്നും അറിയത്തുള്ളൂ, എന്നോട് പറഞ്ഞു കുഞ്ഞിനെ ചോദിക്കരുത്, കാണിക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ കൊണ്ട് ഓടത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ കാശുരൂപം പിടിച്ചുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി സമയം കൂടെ നിന്നു. പിന്നെ ആ സിസ്റ്ററിന് ഞങ്ങളുടെ മനോവിഷമം കണ്ടിട്ടാണോ എന്നറിയത്തില്ല, സിസ്റ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊക്കെ അങ്ങ് ഇരുണ്ടി, കാര്യം അവൻ റിയലി സിക്കാണ്, അവന് ബ്രീത്ത് ചെയ്യാൻ പ്രോബ്ലം ഉണ്ട്, അവന് ഉറങ്ങുന്ന രീതി, അവൻ കരഞ്ഞിട്ടില്ല. കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ നേഴ്സ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രം കണ്ടു, എന്നെയും വൈഫിനെയും അവിടുന്ന് പുറത്താക്കി. ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു പ്രതീക്ഷ തന്നത്, ഒരു ദിവസം ഇവളുടെ ഒരു സൂപ്പർവൈസർ നേഴ്സ് പറഞ്ഞായിരുന്നു നിനക്ക് ദൈവം വിധിച്ചതാണ്, ഈ കുഞ്ഞിനെ തരും, അല്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കുമെന്ന്. ഇതെൻ്റെ വൈഫിന് ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ദിവ്യബലിക്കായി പള്ളിയിൽ പോയപ്പം ഒരമ്മച്ചി വന്നിട്ട് ഫീഡിംഗ് ബോട്ടിലിൽ ഒരു സെറ്റ് വന്ന് എൻ്റെ വൈഫിനെ കൊടുത്ത് പറഞ്ഞു ഇത് നിനക്കുള്ളതാന്ന് പറഞ്ഞു. ഈ അമ്മച്ചി എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവൾ അന്ന് കുർബാനയ്ക്ക് വരുന്നത് ആ അമ്മച്ചിക്ക് അറിയില്ല. ആ ഹോസ്പിറ്റലിലെ ചാപ്പിൽ 2 കുർബാനയുള്ളൂ, ഒന്ന് 6:30-ക്കും ഒന്ന് 7 മണിക്കും. വൈഫിന് ഓഫുള്ള ദിവസം ഞങ്ങൾ 7 മണിക്കകത്ത് കുർബാനയ്ക്കാണ് പോകുന്നത്. ഈ അമ്മച്ചിക്ക് എങ്ങനെ അറിയാം എൻ്റെ വൈഫ് ഈ കുർബാനയ്ക്ക് വരും? ഒന്നും അറിയത്തില്ല. അന്ന് തൊട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതെൻ്റെ മാതാവാണ് വിശ്വസിക്കുന്നത്. കാര്യം ഞങ്ങൾ അതുപോലെ തകർന്നായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഡോക്ടേഴ്സ് പറയാതെ പറയുന്നുണ്ടായിരുന്നു. കാര്യം അതുപോലെ അവൻ്റെ കണ്ടീഷൻ മോശമായിരുന്നു. അങ്ങനെ സർജറി ചെയ്ത് നേരെ അവനെ ഇൻറ്റുബേറ്റ് ചെയ്തു. അന്ന് കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവളുടെ ഒരു നേഴ്സിംഗ് ഡയറക്ടറാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നത്, കുഞ്ഞ് വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് അയച്ചു തരും. അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ എന്ന് പറഞ്ഞു നമ്മൾ 17-ാം തീയതി അവൻ്റെ സർജറി ചെയ്യാൻ പോകണം, റിപ്പയർ ചെയ്യാൻ പോകണം. അന്ന് വരെ ഞങ്ങളോട് പറഞ്ഞത് അവൻ്റെ ഹോള് വളരെ മൈന്യൂട്ടാണ്, ആ ഡയഫ്രം തമ്മിൽ തുന്നി സ്റ്റിച്ച് ചെയ്താൽ മതി, വേറെ നമുക്ക് മെഷൊന്നും ഇടേണ്ട ആവശ്യമില്ല. സർജറി ചെയ്ത് ഡോക്ടർ ഞങ്ങളോട് പറയാണ് അവൻ്റെ ഹോള് മോർ ദാൻ 5 സെൻറ്റിമീറ്റർ, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ പകുതി കൂടുതൽ ഹോളായിരുന്നു. കാര്യം അങ്ങനെ ഹോളുള്ളൊരു കുഞ്ഞിനെ ഒരിക്കലും അവർ ഇങ്ങനെ വെക്കത്തില്ല. കാര്യം അതിന് മുമ്പ് അവർ ആ ബലൂൺ ഇൻസർഷൻ നമ്മൾ പറഞ്ഞ UK ആ സർജറി അവർ ചെയ്തിരിക്കും ഉറപ്പായിട്ടും. പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. കാര്യം അവിടെ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ആ കാശ് രൂപയേ ഉള്ളൂ. കാര്യം എൻ്റെ വീട്ടിലറിയാം ഞാനൊരു പേടിച്ചു തൂറി അല്ല, ഒരു പൊട്ടനാണ്, എനിക്ക് കെൽപ്പില്ല. എൻ്റെ വീട്ടുകാരെ കളിയായിക്കൊണ്ടിരിക്കുന്നതാണ്, ഞാനൊരു കെൽപ്പില്ലാത്തവനാണ്, കാര്യം എനിക്ക് മനക്കെട്ടിയില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ്, എൻ്റെ അമ്മ പറയുന്ന മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. കാര്യം ഞാൻ ഇന്നേ വരെ ആ അനോമലി സ്കാനിങ്ങിൽ റിപ്പോർട്ട് കണ്ട് കരഞ്ഞതല്ലാതെ അതിനുശേഷം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. കാര്യം എനിക്ക് അതുപോലെ ശക്തിയായിരുന്നു. അതായിരുന്നു എൻ്റെ വൈഫിൻ്റെ ബലം. കാര്യം ഞാൻ തകർന്നു പോയിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫ് തകർന്നു പോകും. കാര്യം സിസേറിയൻ ചെയ്തതിൻ്റെ കുഴപ്പങ്ങൾ, കുഞ്ഞിങ്ങനെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കുഴപ്പങ്ങൾ, ഇവിടെ എല്ലാം എന്നെ കാത്തു പരിപാലിച്ച എൻ്റെ മാതാവാണ്. പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ വൈഫ് ഡിസ്ചാർജ് ചെയ്തു, പക്ഷേ കുഞ്ഞ് സ്റ്റിൽ വെൻറ്റിലേറ്ററാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ പോയി കാണാൻ പറ്റും. വൈഫിന് ബെഡ് റെസ്റ്റ് പറഞ്ഞ കാരണം വൈഫ് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. ഞാൻ കുഞ്ഞിനെ രാവിലെ കാണാൻ പോകുമ്പം തൈലവും ഉപ്പും തേനുമായിട്ട് പോകും. അവിടെ അതിനൊന്നും കുഴപ്പമില്ല. എൻ്റെ വെൻറ്റിലേറ്ററിൽ കിടന്ന കുഞ്ഞിന് ഞാൻ ഒരു നുള്ളു തേൻ അവൻ്റെ പാസിഫയറിനകത്ത് മുട്ടിച്ചു കൊടുക്കും.
പോകുമ്പം ആദ്യം ചെല്ലുമ്പോൾ തന്നെ തൈലം അവൻ്റെ നെറ്റി തൊട്ട് ഉള്ളംകാര് വരെ കുരിശ് വരയ്ക്കും, ഉപ്പ് വിതറും, വിശ്വാസപ്രമാണം ചൊല്ലും. ഞാൻ അവൻ്റെ മുമ്പിൽ ഇരുന്ന് ജപമാല കഴിയാവുന്നത്ര ഞാൻ ജപമാല ചൊല്ലിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ സങ്കടം കണ്ട് ഈ പറഞ്ഞ നേഴ്സിംഗ് ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലൂർദിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ലൂർദ് മാതാവിൻ്റെ അടുക്ക പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി അന്ന് തൊട്ടേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കൃപാസന അമ്മയൊക്കെ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ രീതിയിലുള്ള ധ്യാനങ്ങളും കാരുണ്യപ്രവൃത്തിയായിട്ട് പോകുന്നു. കുടുംബം മൊത്തം ഒരു പ്രാർത്ഥന രീതിയിലൂടെ പോവാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ ഇന്നേ വരെ നോമ്പ് നോക്കാത്ത 50 നോമ്പ് 2023 എൻ്റെ അപ്പൻ ആദ്യമായിട്ടാണ് അവർ 50 നോമ്പ് നോക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട്. കാര്യം അത്രയും മാറ്റമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അങ്ങനെ ആ മാഡം ലൂർദ് മാതാവിൻ്റെ അവിടെ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട അവിടെ വന്ന് ഇവന് വേണ്ടി കുർബാനയും പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എൻ്റെ കുഞ്ഞ് എക്സ്റ്റുവേറ്റ് ചെയ്തു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അത് ഭയങ്കര അത്ഭുതം. കാര്യം ആ മാഡം വിളിച്ച് പറഞ്ഞു, ഞാൻ അവന് വേണ്ടിയിട്ട് ഇപ്പം ലൂർദിയിൽ മാതാവിന് മുമ്പിൽ നിന്ന് കുർബാന ചൊല്ലി കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അമ്മ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ആരാധന എല്ലാം ഒരേ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നത്. ആരാധന കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ എക്സ്റ്റുവേറ്റ് ചെയ്തത്. അവിടുന്ന് പിന്നെ മൊത്തം ഒരു 1.5 മാസം എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നു ഡിസ്ചാർജായി. ആ ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല ഇവൻ എങ്ങനെ സർവൈവ് ചെയ്തത്. കാര്യം ഇവൻ്റെ കണ്ടീഷൻ അതുപോലെ ബാഡായിരുന്നു. അവനെ ഓപ്പറേറ്റ് ചെയ്ത സർജൻ പറഞ്ഞത്, ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണ്. പുള്ളി പറഞ്ഞു വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞു, ഞാൻ സർജറിയുടെ കാര്യം, ഇവനെ ലഭിക്കാൻ ഇത്ര പെർസെൻറ്റേജ് ഉള്ളൂ, 20% ഉള്ളൂ വയറ്റി വെച്ച്. അവനെ സർജറി കഴിഞ്ഞാൽ ഒരു 50 to 60 വരും. അതിൻ്റെ ഇടയ്ക്ക് ഈ ബലൂൺ ഇൻസർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചാൻസ് കൂടും. പക്ഷേ 100% അപ്പോഴും ഈവൻ 80% പോലും ഡോക്ടർ പറയുന്നില്ലായിരുന്നു ഇവനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ നമുക്ക് ഓരോ ഫോളോ അപ്പിലും ആ ഡോക്ടർ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ മൊത്തം പറയുന്നത് ഇവൻ ഒരു മിറക്കിൾ ബേബിയാണ്. കാര്യം ആ ഡോക്ടറാണ് അവനെ സർജറി ചെയ്തത്. അവൻ എത്രത്തോളം കോംപ്ലിക്കേഷൻ എത്രത്തോളം ബാഡായിരുന്നു ആ ഡോക്ടറിനെ അറിയത്തുള്ളൂ. അതിനുശേഷം ചെയ്യാവുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്യും. കാര്യം അതിന് ഫോളോ അപ്പ് ഉണ്ട്. ജനറ്റിക്സ് ആണെങ്കിലും സ്പൈൻ്റെ കിഡ്നിയുടെ എല്ലാം ടെസ്റ്റ് എടുത്തു, വേറെ ഒരു കുഴപ്പമില്ല. ഇന്ന് എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ചിരിച്ച് കളിച്ച് ഓടി നടക്കുന്നു. ഫുള്ള് പറയുന്നത് ഇവനൊരു മിറക്കിൾസ് ബേബിയാണ്. കാര്യം ഞങ്ങളവിടെ പ്രകീർത്തിക്കായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു മരിയൻ കേന്ദ്രമുണ്ട്, കൃപാസനമെന്നാണ്. കഴിയുന്നത്ര ആൾക്കാർ ഞങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ ഞങ്ങൾ അയച്ചു കൊടുക്കും, അവർ വായിക്കും. അങ്ങനെ കുറേ പേര് ഇത് വിശ്വസിച്ച് മാതാവിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം. ഇനി രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗം പറയുന്നത് എൻ്റെ അനിയന് നല്ലൊരു ജോലി വേണമെന്നുള്ളത്. അവൻ പഠിക്കാവുന്ന ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളും പഠിച്ചാണ്. പക്ഷേ അവൻ ദുബായി പോയാലും കഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, ഒരു ജോലി പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഒരു ജോലി ലഭിക്കുന്നത് ഭയങ്കര പാടാണ്. കാര്യം ഞാനും കുറേ പരിശ്രമിച്ചു എൻ്റെ അവനൊരു ജോലി ലഭിക്കാനായിട്ട്. പക്ഷേ ഞാനൊരു നിയോഗത്തിൽ എഴുതിയിട്ടാണ്. പക്ഷേ ഈ അന്റോണിയോയുടെ കാര്യം കഴിഞ്ഞ് എൻ്റെ അടുത്ത കാര്യം നടക്കുന്ന എൻ്റെ അനിയന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി, അതായത് ഒരു ഏജൻസിയും അല്ല ഒന്നുമല്ല, ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴി അവൻ്റെ എക്സ്പീരിയൻസ് കണ്ട് അവനെ ഫ്രീ ആയിട്ട് തന്നെ വേറെ ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ എൻ്റെ അനിയന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. എൻ്റെ കസിന് ഇതിനോടൊപ്പം തന്നെ എൻ്റെ കസിൻ പ്രഗ്നൻ്റായി. കസിൻ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ലഭിച്ചു. എൻ്റെ കല്യാണം ഡിലേ ആയുള്ള ചേട്ടൻ്റെ കല്യാണവും നടന്നു. ഇത്രയാണ് എൻ്റെ ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ. അമ്മയ്ക്കും തിരുമാരും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാനും എൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞില്ല വൈഫ് നേഴ്സാണ്, അവിടെ അവളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും ചിലപ്പം ചില പേഷ്യൻസ് ഉണ്ട് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ആരും ഇല്ലാതെ, അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. കാര്യം എൻ്റെ വൈഫ് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ അവരുടെ കാര്യങ്ങൾ ചോദിക്കും, കഥകൾ പറയും, നമ്മുടെ നാടിനെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടൈം അവൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ കാരുണ്യപ്രവൃത്തിയായി. ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് നമ്മുടെ മലയാളികൾ സഹോദരങ്ങൾ ഒരുപാടുണ്ട്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടത്, ചിലർ ജോലി വന്നിട്ട് ശരിയാകാത്തവർ. അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ എങ്ങോട്ടാണ് പോകണ്ടേ, ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ ഒരു പൈസ, ഞാൻ പറഞ്ഞു ഒരു പൈസയും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് അവർ പറയുന്ന ഏതാണോ സ്ഥലം അവിടെ ഞാൻ കൊണ്ടുവിടും. പിന്നെ വിശപ്പ് നമുക്ക് അറിയാമല്ലോ, ഒരു മനുഷ്യനെ കാണുമ്പോൾ പൈസ അല്ല ബുദ്ധിമുട്ടുള്ള, ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ വന്നത് ദൈവീയമാറ്റം പറഞ്ഞാൽ എന്താണ് ദൈവം, അല്ലെ ദൈവത്തിൻ്റെ അത്ഭുതം എന്താണെന്ന് ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. ചിലപ്പം ഒരു മാറ്റമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പൻ ഇന്നേ വരെ 50 നോമ്പ് നോക്കാത്ത എൻ്റെ അപ്പനാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് 50 നോമ്പ് നോക്കിയത്. ഇന്ന് അപ്പന് പ്രാർത്ഥിക്കാൻ ഇച്ചിരൂടെ അപ്പൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ കൂടുതൽ തീഷ്ണമാണ് ഇന്ന് എൻ്റെ വീട്ടിലെ പ്രാർത്ഥന. അതുപോലെ എൻ്റെ സഹോദരനും അനിയത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥനയിൽ. ഞങ്ങൾ കൂടുതൽ ഇപ്പം അവിടെ പോയ അത്ഭുതം എന്നല്ല ഞങ്ങൾ പറയാം, നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഞങ്ങൾ പറയാറുള്ളത്. അല്ലാതെ അവിടെ പോയാൽ നിങ്ങൾക്ക് അത്ഭുതം ലഭിക്കും അതിനെക്കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞാൽ, നീ മനസ്സിലാക്കുക ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെന്താണ് കറക്റ്റാകേണ്ടത്.
ഇതൊക്കെയാണ് ഞങ്ങളിൽ വന്ന പൂർണ്ണ മാറ്റം. ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിനും അമ്മയുടെ മാധ്യസ്ഥനും 1000 നന്ദി പറയുന്നു. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. തങ്ങളുടെ കുഞ്ഞിൻ്റെ അനുഭവമാണ് കുഞ്ഞിനെ ലഭിച്ചത്. ടോണി ഫ്രാൻസിസും ജീവിത പങ്കാളിയും ഇവിടെ വന്ന് പങ്കുവയ്ക്കുക. ഇവിടെ വന്നൊരു ഉടമ്പടി എടുത്തേക്കാമെന്ന് കരുതി ഒരു ഉടമ്പടി എടുക്കുന്നു. പേരിനൊരു ഉടമ്പടി എടുത്തു. പിന്നീട് തങ്ങളുടെ സാധാരണ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഉടമ്പടിയിലൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അനോമലി സ്കാനിങ്ങിൽ തൻ്റെ വൈഫിൻ്റെ, അതായത് കുഞ്ഞിൻ്റെ കണ്ടീഷൻ അത് വളരെ ക്രിട്ടിക്കലാണ്. ഓരോന്നോരോന്നാണ് ഡോക്ടേഴ്സ് പറയുക. ഡയഫ്രത്തിൽ ഹോളുണ്ട്, അതുപോലെ തന്നെ ലങ്സിന് വളർച്ചയില്ല, ഹാർട്ടിൻ്റെ പൊസിഷൻ വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു, UK വരെ കുഞ്ഞിനെ കൊണ്ടുപോകണം, എന്നിട്ട് ഒരു ബലൂൺ ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോഴും ഡോക്ടേഴ്സ് പൂർണ്ണമായിട്ട് നിനക്ക് കുഞ്ഞിനെ കയ്യിൽ തരാമെന്ന് പറഞ്ഞില്ല. 20%, ഇതൊക്കെ ചെയ്താലും 20%, 50% ഇങ്ങനെ പോവുകയാണ്. എന്നാൽ അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്നൊരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയാണ്, നന്ദി പ്രകാശനമാണ് ദാവീദ് രാജാവിൻ്റെ. അതാണ് നാം തിരുവചനങ്ങളിലൂടെ ശ്രവിച്ചത്. ദൈവത്തിൻ്റെ തിരുമുൻപിൽ പാപം ചെയ്ത ദാവീദ് രാജാവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ സഹായത്തിന് വീണ്ടും വീണ്ടും എന്നെ അർഹനാക്കണമേ എന്ന് സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പിന്നീട് എങ്ങനെയാണ് തൻ്റെ നന്ദി പ്രകാശനവുമൊക്കെ ആയിട്ട് ദാവീദ് കണ്ടിന്യൂ ചെയ്യുകയും, പിന്നീട് ഏറ്റവും എൻ്റെ ദാസനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് കർത്താവ് പിന്നീട് ദാവീദിനെക്കുറിച്ച് പറയുക. ഇന്ന് ടോണി ഫ്രാൻസിസ് ഇവിടെ നിൽക്കുമ്പോൾ തനിക്കൊരു കെൽപ്പില്ലാത്തവനാണ്, തന്നെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുമ്പോഴും തനിക്ക് ശക്തി കിട്ടി. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, അമ്മ, ഉടമ്പടി കാശുരൂപം, പരിശുദ്ധ അമ്മ മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വൈഫിനും ഹസ്ബൻഡിനും വേറെ പേരൻസോ അങ്ങനെയൊന്നും അവരുടെ അടുത്ത് ആ സമയത്തില്ല. തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ അവസ്ഥയും പിന്നീട് ഇവിടെ വിവരിച്ച് തന്നെ ഈ മകൻ പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് കുടുംബം എത്രമാത്രം ഹൃദ്യതയോടെ ദൈവത്തെ തേടുന്നവരായി. ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമായിരുന്നു, അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇന്ന് പിന്നീട് അങ്ങോട്ട് തൻ്റെ പേരിനെടുത്ത ഉടമ്പടി പിന്നീടത് ഹൃദയത്തിലെടുത്ത ഉടമ്പടിയായിട്ട് ഈ മകൻ പിന്നീട് നിവർത്തിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും അതിനൊരു വാശിയായിരുന്നു എന്നാണ് പറയുക. ഉടമ്പടി ജീവിതം നയിക്കാൻ ഇത്രയൊന്നും പോരാ, ഇനിയും ചെയ്യണം. അങ്ങനെ ദൈവത്തെ വിളിച്ച് കൂടെ നിർത്തി തങ്ങളുടെ കാര്യം നേടിയെടുക്കുന്ന ദമ്പതികളായിട്ട് ഇവർ മാറുകയാണ്. ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. എക്സ്ട്രാ ടൈമൊക്കെ തങ്ങളെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. തൻ്റെ പ്രൊഫഷൻ തൻ്റെ ഡ്രൈവർ ആയിട്ട് ചെയ്യുമ്പോഴും അതിലൊക്കെ ഓരോന്നിലും വിശ്വസ്തത കാണിക്കുവാനായിട്ട് ഇന്ന് ഈ ദമ്പതികൾ പഠിച്ചു, അവരത് ചെയ്യുന്നു. അതിനുള്ള കൃപ തങ്ങളുടെ കുഞ്ഞിനെ നൽകിക്കൊണ്ട്, ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവം ഇവരുടെ കൂടെ നടക്കുകയാണ്. ഇന്ന് ഇവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ താൻ മൂലം ഒത്തിരിയേറെ പേരെ ഈ അനുഭവത്തിലേക്ക്, അതായത് നിങ്ങളിവിടെ വന്നാൽ അത്ഭുതമൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞങ്ങൾ പറയുക. കൃപാസനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമല്ല നടക്കുന്നത്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവാനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അനുഭവ പ്രസംഗം എന്ന് പറയുക. ഓരോ വ്യക്തികളും ഇവിടെ വന്ന് അവരുടെ അനുഭവം ദൈവമഹത്വത്തിനായിട്ട് പ്രസംഗിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ
തങ്ങൾക്ക് നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ തങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും ആരോഗ്യവാനായിട്ട് തിരിച്ചു തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.